എൻ്റെ പേര് രാജി. എനിക്ക് 25 വയസ്സുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ പേര് അനൂപ്. ആളൊരു പെയിൻറ് പണിക്കാരനായിരുന്നു. ഞങ്ങൾ പ്രണയിച്ചതും വിവാഹം കഴിച്ചതും എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു സമയത്ത് പെയിൻറ് പണിക്കായിട്ട് എൻ്റെ വീട്ടിൽ വന്നായിരുന്നു അനൂപേട്ടൻ. ആ ഒരു സമയത്ത് കണ്ട് സംസാരിച്ച് ഇഷ്ടപ്പെട്ടു. പിന്നെ കല്യാണമായി. അതെല്ലാം പെട്ടെന്നൊരു സ്റ്റോറിയായിരുന്നു. എന്നാൽ ഞാൻ ആ ഒരു കഥയില്ല ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം തിങ്കളാഴ്ചയായിരുന്നു. വൈകുന്നേരം വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷന് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അനുപേട്ടനോട് പറഞ്ഞു. അനുപേട്ട, നേരത്തെ ഇറങ്ങി വരണേ, എന്നാണെന്നുണ്ടെങ്കിൽ കുടിച്ച് വല്ലതും വന്നു കഴിഞ്ഞാൽ ഞാൻ കൊല്ലും കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അനുപേട്ടനെ ഞാൻ പറഞ്ഞു വിടുന്നത്. കല്യാണത്തിന് മുമ്പാണെങ്കിലും ശരിയനെ ആൾക്ക് അങ്ങനെ ചില കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് നിസ്സാരമായിട്ടെടുത്തു. പക്ഷേ ഇതെല്ലാം ഓവറായെന്ന് അത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. ജീവിതത്തിൽ ഒരു സുഖവും സന്തോഷവും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങയുടെ ഈ മുൾക്കൊടിയും കാര്യങ്ങളും കൊണ്ട് ഞങ്ങൾക്ക് സന്താന സൗഭാഗ്യം പോലും ഇല്ലായിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ വിധിച്ചതെല്ലാം ഇതേ കണക്കിനായിരിക്കും എന്ന് ഞാൻ സമാധാനിച്ചു. ഇന്നത്തെ ഫംഗ്ഷനെങ്കിലും നന്നായിട്ട് പോകണം, അതുമാത്രമായിരുന്നു എൻ്റെ ചിന്ത. കാരണം എൻ്റെ ബന്ധു വീട്ടുകാരെല്ലാം അവിടെ ഫംഗ്ഷന് നല്ല രീതിയിലുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും നേരെ ആ ഒരു കൊടുക്കയിലിരുന്ന ആ കാശ് പിടിച്ച് ഞാൻ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചു. എന്തേലും കൊണ്ടു കൊടുത്തല്ലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വെറും കൈയോടെ ചെന്ന് കയറുമ്പോൾ നാണക്കേടല്ലേ. അതെല്ലാം റെഡിയാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കുളിച്ച് റെഡിയായി. ശേഷം കല്യാണത്തിനെടുത്ത ആ ഒരു സാരിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഹോളിലെ സോഫയിൽ എങ്ങനെയായിരുന്നു അനുപേട്ടനെയും കാത്ത്. കുറേ സമയമായിട്ടും ആൾ വരുന്നില്ല. ഏകദേശം 5:30 വരുന്ന മനുഷ്യനാണെന്നുണ്ടെങ്കിൽ 6 മണിയായി, 6:30ആയി. ഇപ്പം 7 മണിയും കഴിഞ്ഞ് 7:30യും കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല. എന്തു പറ്റിയെന്ന് ദൈവത്തിനറിയാം. ചിലപ്പോൾ ഇന്നും കുടിക്കാൻ കയറി കാണോ. ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ തിരിച്ച് സോഫയിൽ വന്നിരിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും എൻ്റെ കയ്യിൽ കെട്ടിയ വാച്ചിൽ സമയം നോക്കുന്നുണ്ട്. ഞാൻ ഓരോ നിമിഷം പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്ന സമയത്ത് അകത്ത് നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമായിരുന്നില്ല, ഞാൻ യൂസ് ചെയ്ത പെർഫ്യൂമിൻ്റെ സ്മെല്ലായിരുന്നു. ഏതായാലും അമ്മാവൻ ഗൾഫിൽ നിന്ന് കൊണ്ടപ്പം ഇതെങ്കിലും കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരിക്കുന്ന സമയത്ത് അവിടെ ദൂരെ നിന്ന് എന്തോ ഒന്ന് അനങ്ങുന്നതൊക്കെ എനിക്കിങ്ങനെ തോന്നി. ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആ വാതിലിൻ്റെ പടിയിൽ ഇങ്ങനെ നിന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അനുപേട്ടൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. കുടിച്ചിട്ട് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ പുള്ളി അതേപോലെ തന്നെയായിരുന്നു ആ സമയത്തും ഉണ്ടാക്കിയ സൗണ്ടും കാര്യങ്ങളൊക്കെ. ഞാൻ അവിടേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് മറ്റാരും ഒരാൾ ആളെ തോളിലിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് നടന്നു വരുന്നത്. അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ എനിക്ക് നല്ല ദേഷ്യവും വിഷമവും എല്ലാം ഒരുപോലെ തോന്നി. കാരണം കല്യാണത്തിന് നേരെ പോകാനും ആ ഫംഗ്ഷൻ ഒന്ന് കൂടാനും വേണ്ടിയിട്ടാണ് പുള്ളിയുടെ ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഏത് മനുഷ്യനാണ് ഇയാൾ? ഞാൻ ഇനി എങ്ങനെ ഒറ്റയ്ക്ക് പോകും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ അവിടേക്ക് തന്നെ നോക്കിക്കൊണ്ട് വന്നു. അപ്പോൾ കൂടെ വരുന്ന ആൾ ഒരു ലുങ്കിയാണ് കൊടുത്തേക്കുന്നത്. ഏകദേശം ഒരു 25 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു യുവാവ്. ആളെ കണ്ടാലും ഒരു മേശിരി പണിക്കാരൻ്റെയോ അല്ലെങ്കിൽ പെയിൻറ് പണിക്കാരൻ്റെയോ ഒരു ലുക്ക് തോന്നിക്കുന്നുണ്ട്. ആളും കുടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അനൂപേട്ടനെ താങ്ങിക്കൊണ്ടുവരാൻ അയാൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വന്നിട്ട് താഴോട്ടിറങ്ങി പോകാൻ എനിക്ക് തോന്നിയില്ല. പക്ഷേ ആ ആളിങ്ങനെ താങ്ങിക്കൊണ്ട് വരുന്ന കണ്ടപ്പം എനിക്കൊരു ദയാലുവ പോലെ തോന്നി. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നു. എന്ത് പറ്റി? ഇതിനെ എവിടെയെങ്കിലും ഇട്ടാൽ പോരായിരുന്നു, വെറുതെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ഒരു ദേഷ്യത്തിൽ ഞാൻ അയാളോട് ചോദിക്കുന്ന സമയത്ത് അയാളുടെ മുന്നിൽ ഒരു മൗനമായിരുന്നു. അങ്ങനെ ഞാനും അയാളോട് ചേർന്ന് അനൂപേട്ടനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സോഫയിലേക്ക് കൊണ്ടിരുത്തി. ആൾക്ക് തീരെ ബോധമില്ലായിരുന്നു. എന്തൊക്കെയായാലും ഇന്നത്തെ ഫംഗ്ഷനും കാര്യങ്ങളും മുടങ്ങി. പെട്ടെന്ന് ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനും ആ ഒരു പയ്യൻ്റെ മുഖത്തേക്ക് നോക്കി. ആ സമയം അവനും ഒരു നിസ്സഹായത എന്ന പോലെ ആ രീതിയിൽ നിൽക്കുകയായിരുന്നു. ആള് എപ്പോഴും ഇങ്ങനെ ഓവർ ആവാറുണ്ടോ എന്ന് ആ ഒരു പയ്യൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം അവനെ നോക്കി. ശേഷം ഞാൻ പറഞ്ഞു, ഇത്രയും ഓവർ ആവാറൊന്നുമില്ല, എന്നാലും കുടിക്കാറുണ്ട്. നിങ്ങളാരാണ്, മനസ്സിലായില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, ഞാൻ ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന് മാത്രം പറയുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളാണോ ആളെ ഈ കോലത്തിലാക്കിയത്? അയ്യോ ചേച്ചി, ഞാനൊന്നും കുടിച്ചിട്ടുമില്ല, ഞാൻ ആളെ അങ്ങനെ ആക്കിയിട്ടുമില്ല. എൻ്റെ അടുത്ത് എൻ്റെ മുതലാളി ഇങ്ങനെ പറഞ്ഞിരുന്നു ആളെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കാൻ, അത്ര മാത്രമേ ഉള്ളൂ ഞാനും ഇയാളുമായിട്ടുള്ള ബന്ധം. പിന്നെ ഞാൻ ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ പെയിൻറ് പണിക്കായിട്ട്. പിന്നെ ഈ ഒരു സമയത്താണ് ആളെ ഇങ്ങനെ കണ്ടത്.
ആൾ പറഞ്ഞു തന്ന ഒരു ഐഡിയയും വെച്ചിട്ടാണ് ഞാൻ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് തന്നെ. പെട്ടെന്ന് ഒരു നിസ്സഹായത എന്ന പോലെ ഞാൻ സോഫയിലെ ഒരു വശത്തേക്ക് താടിക്ക് കൈ കൊടുത്തിങ്ങനെ ഇരുന്നു. എന്താ ചേച്ചി, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവനെ നോക്കി. ആ സമയം ഞാൻ അവനോട് പറഞ്ഞു, എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, ആളെ കൊണ്ട് പോകാനായിട്ടിരുന്നതാ. പക്ഷേ ആളെ കോലത്തിലായില്ലേ, എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ ശേഷം ഞാൻ എൻ്റെ തലയ്ക്ക് കൈവച്ച് ആ ഒരു സെറ്റിലേക്ക് കയറിയിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവനിങ്ങനെ നിൽക്കുകയായിരുന്നു. അവൻ്റെ ആ നിൽപ്പ് കണ്ട സമയത്ത് ഞാൻ തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഏതായാലും ഇന്ന് ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കാര്യങ്ങളെടുക്കാം, ചുമ്മാ ഇങ്ങനെ വന്ന് നിൽക്കണ്ടല്ലോ എന്ന് മാത്രം ഞാൻ പറയുന്ന സമയത്ത് അവൻ്റെ അടുത്ത് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ആളുടെ കണ്ടീഷൻ അത്ര മോശമാണ്, പിന്നെ കള്ള് നന്നായിട്ട് കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ചേച്ചി ഏതായാലും ഒറ്റയ്ക്ക് ആളെ കൊണ്ട് പറ്റത്തില്ല എന്ന് തോന്നുന്നു, കുറച്ച് സമയം ഞാൻ ഇവിടെ ഇരിക്കാം എന്ന് അവൻ തന്നെ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഒന്നും മൂളി. എങ്കിൽ പിന്നെ ഒരു സഹായമാവുമല്ലോ എന്ന് ഞാനും കരുതി. കുറച്ച് സമയം വന്ന കാലിൽ തന്നെ നിന്നതിന് ശേഷം അവൻ ആ ഒരു സോഫയുടെ അറ്റത്ത് മാറിയിരുന്നു. അനുപേട്ടനാണെങ്കിൽ ബോധമില്ലാതെ കിടന്നിങ്ങനെ ഉറങ്ങുന്ന കണക്കാണ്. ഒരു നിമിഷവും ഒന്ന് അനക്കം പോലുമില്ല. എങ്ങാനും വല്ല ഛർദിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമോ എന്ന് ഞാനും ഭയന്നു. എങ്കിലും അതുവരെയാണെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ കൈയെടുത്ത് തലയിൽ വെച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഇരുന്നു. ആ ചെക്കൻ, അവൻ്റെ പേര് പോലും ഞാനിതുവരെ ചോദിച്ചിട്ടില്ല. അവനെന്തൊക്കെയോ എന്നോട് സംസാരിക്കാൻ ഉള്ളതുപോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ തലയുയർത്തിയിട്ട് അവനോട് ചോദിച്ചു, നീ എവിടത്തെയാ, എന്താ പേര് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൻ തന്നെ മറുപടി പറഞ്ഞു, എൻ്റെ പേര് ബിബീഷ്, ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ പെയിൻറ് പണിക്ക് വന്നതാ. പിന്നെ വീട് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റബ്ബർ ഷീറ്റും കാര്യങ്ങളൊക്കെ നയിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അതിനടുത്തായിരുന്നു എന്ന് മാത്രം അവൻ പറഞ്ഞു. ഞാൻ ഒരു പുഞ്ചിരിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹായമായിട്ട് വന്നവനല്ലേ അവൻ എന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പെട്ടെന്ന് ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇതാണെന്നുണ്ടെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല, ഇത്തിരി കൂടെ കഴിഞ്ഞ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പൊക്കോളൂ, ആളെ ആ കട്ടിലോട്ട് എന്തെങ്കിലും കിടത്തിയാൽ മാത്രം മതി എന്ന് ഞാൻ പറയുന്ന സമയത്ത് അവനെല്ലാത്തിനും ഓക്കെ പറഞ്ഞു. ഞാൻ കുടിക്കാനായിട്ട് എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് കയറി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ കുടിക്കാൻ എന്തെടുക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആകെ ആ ഒരു ചിക്കൻ ചിലപ്പോൾ എന്താണ് അവസ്ഥയെന്നും അറിയില്ല. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു. പെട്ടെന്ന് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ചൂടുവെള്ളം പോരെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, മതി എന്ന് പറഞ്ഞിട്ട് അവൻ തലയാട്ടി. അങ്ങനെ ചൂടുവെള്ളം എല്ലാം തിളപ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചു. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അനുപേട്ടൻ കൂർക്കം വലിച്ചിരുന്ന് ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് ആ കിടപ്പ് കണ്ടിട്ട് തന്നെ നല്ല തൊഴി വെച്ച് കൊടുക്കാൻ തോന്നി. മറ്റൊന്നും ആയിരുന്നില്ല, ഇത്രയും നാളായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കുന്ന പോലുമില്ല. ഞാൻ അവൻ്റെ കയ്യിലേക്ക് വെള്ളം കൊണ്ട് കൊടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ എന്നെ നോക്കി. പെട്ടെന്നത് വാങ്ങിക്കുമ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ കൈ പൊള്ളുമോ എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഒരു കെയറോട് കൂടിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ അവൻ്റെ കൈകളാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ സ്പർശിക്കുകയുണ്ടായി. പെട്ടെന്ന് തന്നെ അവൻ പറഞ്ഞു, സോറി ചേച്ചി, അറിയാതെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു വെള്ളം വായിച്ചിട്ട് പതുക്കെ പതുക്കെ അത് ഊതി ഊതി അവൻ കുടിച്ചു. നല്ല ചൂടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, ചെറിയ ചൂടുണ്ട് ചേച്ചി, പിന്നെ കുറച്ച് കുറച്ച് അങ്ങനെ കുടിക്കാനാണ് എനിക്കിഷ്ടം എന്ന് അവൻ പറഞ്ഞു. നിനക്ക് തണുത്ത വെള്ളം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, നീ ഇത്രയും നേരമായിട്ടും ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഈ അവസ്ഥ കൊണ്ടുകൊണ്ടാണ് വെള്ളവും കാര്യങ്ങളൊന്നും ചൂടാക്കാഞ്ഞതും ഒന്നും എടുത്തു തരാഞ്ഞതും. നിനക്ക് നല്ല ദാഹവും ക്ഷീണവും ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ വെള്ളം എടുത്തത്, തണുത്ത വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം എന്ന് പറയുമ്പോൾ, വേണ്ട ചേച്ചി, ഇത് തന്നെ മതി, കുഴപ്പമില്ല, ചെറിയ ദാഹം ഉണ്ടായിരുന്നു, ആളെ താങ്ങിക്കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അനുപേട്ടൻ അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവനെ കൊണ്ടായാലും താങ്ങാൻ പറ്റും. അവനും അനുപേട്ടനും ഏകദേശം വ്യത്യാസമൊന്നുമില്ല, രണ്ടു പേർക്കും നല്ല പൊക്കമുള്ള ആൾക്കാരാണ്. ഞാനും അതേപോലെ തന്നെ ഏകദേശം നല്ല പൊക്കവും കാര്യങ്ങളൊക്കെ എനിക്കുമുണ്ട്. അനുപേട്ടനൊട്ടും കട്ടയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എൻ്റെ ശരീരപ്രകൃതം. ഞങ്ങൾ രണ്ടുപേരും നീളത്തിനും വണ്ണത്തിനും എല്ലാം ഓക്കെയാണ്. ഞങ്ങളുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു കൂട്ടാളി എന്ന പോലെ അവനെയും തോന്നും, കാരണം ഞങ്ങളെപ്പോലെ തന്നെ ഇരിക്കുന്നു. നല്ല നീളവും പൊക്കവും എല്ലാം അവനുമുണ്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അനുപേട്ടൻ പെട്ടെന്ന് ബോധമില്ലാതെ ഒന്ന് ആഞ്ഞു. ആ ടൈമിൽ തന്നെ ആ ഒരു സോഫയിലേക്ക് മറിഞ്ഞു വീഴുമ്പോൾ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് മാറി. പിന്നെ ഇരിക്കാൻ ആ വീട്ടിൽ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ബാക്കിയില്ലായിരുന്നു. അനുപേട്ടൻ ആ ഒരു 2 ചെയർ സോഫയിൽ മലർന്നങ്ങനെ കിടന്നു. എനിക്കിരിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഞാൻ ആ ഒരു പയ്യൻ്റെ തൊട്ടരികിൽ വന്നിരുന്നു.
ആ സമയത്ത് തന്നെ അവൻ വീണ്ടും എന്നെ ഒന്ന് സൂചിപ്പിച്ചു. ചേച്ചി, ഞാൻ പോയി കഴിഞ്ഞാൽ ഇപ്പം പന്തിയാവില്ല. എന്തൊക്കെയാലും ചേച്ചിക്കൊണ്ട് എടുത്ത് പൊക്കാനോ പിടിക്കാനോ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആളെ അപ്പുറത്തെത്തിച്ചതിന് ശേഷം നമുക്ക് പോകാം. ആളെ ഇപ്പം കൊണ്ട് കിടത്തുന്നതും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പിന്നീട് ഇങ്ങനെ മലർന്നു കിടക്കുന്ന ബുദ്ധിമുട്ടാണ്. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വേണ്ട വിധത്തിൽ ചെയ്തതിന് ശേഷം അകത്ത് കൊണ്ടുപോയി കിടത്താം എന്ന് മാത്രമായിരുന്നു അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനതെല്ലാം കേട്ട് അവിടെ തന്നെ ഇരുന്നു. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ അവന് ഉറക്കം വരുന്ന കണക്ക് എനിക്ക് തോന്നിപ്പോയി. കാരണം അതുവരെ അങ്ങനെ ഇരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തല ചായച്ച് തോളിൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി അല്പം ഇങ്ങോട്ട് മാറിയിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ അവനെ ഒന്ന് തട്ടി വിളിച്ചു. എന്താ, നിനക്ക് ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ അത് ചേച്ചി, ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉറക്കം വരുന്നതാണെന്ന് തോന്നും, രാവിലെ തൊട്ട് ജോലിയിലായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പുഞ്ചിരിച്ചു. അത്രയും നേരം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ച് ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് ഇപ്പോഴായിരുന്നു. ആൾക്ക് അത്യാവശ്യം ഒരു താടി വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണെങ്കിലും നിഷ്കളങ്കമായ ഒരു പുഞ്ചിരിയും കാര്യങ്ങളൊക്കെയാണ്. ഒരു നിമിഷം അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചിയുടെ പേരെന്താ? ഞാനത് ചോദിച്ചില്ലല്ലോ എന്ന് മാത്രം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് രാജി. ഓക്കെ, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കല്യാണം കഴിച്ചത്? പ്രേമവിവാഹമോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ, അതോ അറേഞ്ച്ഡ് ആയിരുന്നോ എന്ന് ചോദിച്ചു. ആ സമയം അവൻ്റെ ചോദ്യത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു. പെട്ടെന്ന് അവൻ ഷോക്കായി പോയി. ആ ഷോക്കായി നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ തന്നെ ചോദിച്ചു, അതെന്താ നീ ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടിയതുപോലെ? അല്ല, ചേച്ചിയെ പോലെ ഒരാൾ ഇദ്ദേഹത്തെ പോലെ ഒരാൾ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചേച്ചി എന്തൊരു സുന്ദരിയാണ്. പക്ഷേ ആളാണെന്നുണ്ടെങ്കിൽ ഒരുതരം കറുത്ത് അത്യാവശ്യം നല്ല പ്രായമുള്ളതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ ഈ കൊടിയും കാര്യങ്ങളും ഒന്നും ചേച്ചി ഇങ്ങനെ സെറ്റാവുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പുഞ്ചിരിച്ചു. ഏതായാലും കെട്ടിപ്പോയില്ലേ എൻ്റെ മാഷെ, പിന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഈ ജീവിതം അങ്ങ് ജീവിച്ച് തീർക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ കല്യാണത്തിന് മുമ്പാണെങ്കിലും ചെറിയ കുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഓവറാണെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നോക്കണം. കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. മാഷിൻ്റെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് ഞാൻ ചോദിച്ചു. ആ സമയത്ത് അവൻ പറഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എല്ലാം നോക്കുന്നൊക്കെയുണ്ട്, പിന്നെ ഇങ്ങനെ പോകുന്നു എന്ന് മാത്രമായിരുന്നു അവൻ്റെ മറുപടി. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണല്ലോ. ആ സമയത്ത് തന്നെ എന്നോട് ചോദിച്ചു, ചേച്ചി ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ വന്നപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും ഈ വീട്ടിനുള്ളിലുണ്ടായിരുന്നു. പിന്നെ ആ സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ച റൂമിൽ എന്തെങ്കിലും സ്പ്രേയോ കാര്യങ്ങളോ അവിടെ അടിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചാമ്പ്രാണിയോ കാര്യങ്ങളോ പുതച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ വല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ചേച്ചിയുടെ അടുത്തിരുന്ന സമയത്താണ് ചേച്ചിയുടെ അടുത്ത് നിന്ന് ആ ഒരു സ്മെല്ലും കാര്യങ്ങളും വരുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അമ്മാവൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സ്പ്രേ ആണ്, അതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നതൊക്കെ എന്ന് മാത്രം ഞാൻ മറുപടി പറഞ്ഞു. പക്ഷേ ആ ഒരു പേരും കാര്യങ്ങളും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ് കുറച്ച് സമയം ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ നേരെ അനൂപേട്ടനെ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവന് വീണ്ടും ക്ഷീണം വരുന്നതൊക്കെ എനിക്ക് തോന്നി. വീണ്ടും അതേപോലെ തന്നെ തൊഴിലേക്ക് ചായുന്നതൊക്കെയായി. ഞാൻ പിന്നെ മാറാനൊന്നും നിന്നില്ല. പാവം എന്തൊക്കെയോ ക്ഷീണവും കാര്യങ്ങളും അവനുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. പെട്ടെന്ന് ഞാൻ അവനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ അകത്ത് പോയി കിടന്നു, അവിടെ ബെഡും കാര്യങ്ങളും ഉണ്ട് എന്ന് ഞാൻ അവനോട് പറഞ്ഞ സമയത്ത് അവൻ പറഞ്ഞു, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ചേച്ചി, പക്ഷേ ഇവിടെ ഇപ്പം അറിയാത്തൊരു വീട്ടിലും പിന്നെ ചേച്ചി മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ അവൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമായി അവൻ നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നേരെ അകത്ത് പോയി കിടന്നു, അവിടെ റൂമും കാര്യങ്ങളും എല്ലാം ഇതുണ്ട്, അത് സെപ്പറേറ്റ് റൂമാണ്. എൻ്റെ ആണെന്നുണ്ടെങ്കിൽ അമ്മായിയമ്മ താമസിച്ചുകൊണ്ട് റൂമായിരുന്നു, അപ്പോൾ ആളിവിടെ ഇല്ല, നിനക്കവിടെ താമസിക്കാനും കുഴപ്പമൊന്നുമില്ല, ഇന്നത്തെ ഒരു രാത്രിയല്ലേ ഉള്ളൂ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത് ഞാൻ വീണ്ടും നിർബന്ധിച്ച് നോക്കി. അവൻ ഒരു മനസ്സോടെയാണെന്നുണ്ടെങ്കിൽ പതുക്കെ എഴുന്നേറ്റു. ഞാൻ ആ സമയം അവൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ കുട്ടി എന്ന് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു, വേണ്ട ചേച്ചി, എനിക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് കിടന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. അവിടെയാണെന്നുണ്ടെങ്കിൽ ഷീറ്റും കാര്യങ്ങളൊന്നും വിരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഒരു നിമിഷം, ഞാൻ ആ ഷീറ്റൊന്ന് വിരിച്ചിട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു അലമാരയിൽ നിന്നുണ്ടായിരുന്ന ഷീറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് വിരിച്ച് തട്ടിക്കുടഞ്ഞെല്ലാം ഇട്ട് അതിനുണ്ടായിരുന്ന എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് മാറ്റി. അവിടെ കിടന്നുകൊണ്ട് അവൻ ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചു. ആ സമയം ഒരു 8 മണിയായിട്ടുണ്ടായിരുന്നുള്ളൂ.
പിന്നെ കുറേ സമയം ഒരു 1-2 മണിക്കൂർ അവൻ അവിടെ കിടന്നുറങ്ങി. ആ സമയമാണെന്നുണ്ടെങ്കിൽ അനുപേട്ടൻ ആ ഒരു സോഫയിൽ ഇങ്ങനെ കിടന്നു. ഞാൻ എനിക്കുള്ളതും പിന്നെ കുറച്ച് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. പിന്നെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അനുപേട്ടനാണെങ്കിൽ ഇനി എഴുന്നേക്കുമെന്ന് തോന്നില്ല. എങ്ങനെയെങ്കിലും അങ്ങോട്ട് അകത്തോട്ട് പിടിച്ചുകൊണ്ട് കിടത്തണമെന്ന് എനിക്കുണ്ട്. പക്ഷേ അവനും ഇപ്പം ഫ്രീ അല്ലല്ലോ. എന്തൊക്കെയാലും ഇവിടെ കിടക്കട്ടെ, അതൊരു ശിക്ഷയായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ച് ആ സോഫയിൽ തന്നെ അനുപേട്ടനെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് വന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അനുപേട്ടൻ്റെ ആ ഒരു ഗന്ധവും കാര്യങ്ങളൊക്കെ എൻ്റെ സാരിയിലും ശരീരത്തൊക്കെ പിടിച്ചാണെങ്കിൽ എനിക്ക് തോന്നി. പിന്നെ ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിയർത്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ചിട്ടേ കിടക്കാൻ പറ്റത്തുള്ളൂ. ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ നേരെ പുറത്താണ്. അതാണെന്നുണ്ടെങ്കിൽ പുറത്ത് നടന്നു പോകണം. പിന്നെയുള്ള ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ അവൻ കിടക്കുന്ന ആ റൂമിലാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അമ്മായിമ്മ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. ഞാൻ സാധാരണ കുളിക്കാറുള്ളത് അവിടെ തന്നെയായിരുന്നു. ഞാൻ ഏതായാലും എൻ്റെ ടവലും കാര്യങ്ങളും ഡ്രസ്സും എല്ലാം എടുത്തുകൊണ്ട് ആ ഒരു മുറിയിലേക്ക് കയറി. അവൻ നല്ല ഉറക്കമായിരുന്നു. ഉറക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൂർക്കമ്പലിയും കാര്യങ്ങളൊക്കെ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പതുക്കെ പതുക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തുണിയും ടവലും എല്ലാം എടുത്തുകൊണ്ട് മുറിക്കകത്തേക്ക് പോയി. ശേഷം കുളിമുറിക്കകത്ത് കയറി. പിന്നെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഇട്ട് കുളിക്കുന്ന സമയത്ത് പുറത്തുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കേൾക്കാനൊക്കെ പറ്റും. എങ്കിലും എൻ്റെ ഒരു ആവശ്യമാണല്ലോ. ഞാൻ പിന്നെ ഒന്നും മൈൻഡാക്കാൻ പോയില്ല. ഞാൻ കുളിക്കാനായിട്ട് തുടങ്ങി. അത്രയും നേരം ചൂട് കൊണ്ടിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആ സമയം തലയിൽ ഒരല്പം വെള്ളം വീണ സമയത്ത് തന്നെ നല്ലൊരു കുളിരും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആ ഒരു നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ലൈറ്റ് കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അവൻ എഴുന്നേറ്റുണ്ട്. ആ കട്ടിൽ ഇപ്പോൾ അവനില്ല. ഞാൻ പതുക്കെ തലയൊന്ന് തോർത്തി മുടിയൊന്ന് അഴിച്ചിട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ ആ ഒരു ഫ്ലാസ്കിൽ നിന്ന് ചൂടുവെള്ളം എടുത്ത് കുടിച്ചതിന് ശേഷം തിരിച്ച് അവിടേക്ക് വരികയായിരുന്നു. ആ സമയത്ത് എന്നെ കണ്ട സമയത്ത് തന്നെ ഒന്ന് പുഞ്ചിരിച്ചു. ചേച്ചി കുളിക്കാൻ പോയതാണല്ലേ? ലൈറ്റ് കിടക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അവനോട് പറഞ്ഞു, അവിടെ ഇരുന്ന് കുറേ സമയം മുഷിഞ്ഞിട്ടുണ്ട്. പിന്നെ അനുമ്പേട്ടനാണെന്നുണ്ടെങ്കിൽ വിയർത്ത് കുളിച്ചിട്ടൊക്കെയാണ് വന്നത്. അതെല്ലാം ശരീരത്തായിട്ട് ഒന്നര തന്നെ കിടന്നുറങ്ങാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്തത്. സോറി കേട്ടോ എന്ന് ഞാൻ പറയുന്ന സമയത്ത് അവൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ചേച്ചിക്ക് എപ്പോഴാണെന്നുണ്ടെങ്കിലും മ്യൂസിയം ചേച്ചിയുടെ വീടല്ലേ. ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അതിഥി എന്ന് മാത്രം ചേച്ചി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു, എടാ ഞാൻ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീ ഏതായാലും കഴിച്ചിട്ട് കിടന്നാൽ മതി. എന്തൊക്കെയാലും നീ ഇവിടെ വന്നേല്ലേ, നിന്നെ എനിക്ക് അറിയത്ത് പോലുമില്ല. പക്ഷേ ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നിന്നെ പട്ടിണി കിടാൻ എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് അങ്ങനെ ആയിരുന്ന സമയത്താണെങ്കിൽ അവൻ വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ കൈ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. വന്നിരുന്നേൻ്റെ കുട്ടി, ഞാൻ ഇച്ചിരി ചപ്പാത്തിയും കാര്യങ്ങളും നിനക്ക് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവന് ചപ്പാത്തിയും കാര്യങ്ങളും എല്ലാം ഞാൻ റെഡിയാക്കി കൊടുത്തു. ആ സമയത്ത് അതെല്ലാം നല്ല കൊതിയോടെ കഴിച്ചതിന് ശേഷം അവൻ പതുക്കെ കൈ കഴുകാനായിട്ട് എഴുന്നേറ്റു. അവിടെ ഫ്ലാസ്ക് ആ ഒരു വാഷിംഗ് ബേസിൻ്റെ അടുത്ത് തന്നെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനും അവനും കൂടെ അവിടേക്ക് ഇരുന്നു. ഇനി നീ പോയി കിടന്നുറങ്ങിക്കോ, നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ആ ചേച്ചി, ക്ഷീണം ഉണ്ടായിരുന്നു. 2 മണിക്കൂർ കിടന്നുറങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ ക്ഷീണമൊക്കെ പോയിട്ടുണ്ട്. എനിക്കിപ്പം ചേച്ചിയോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കാനാണ് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ അവൻ പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പൊട്ടിച്ചിരിച്ചു. എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ അനുപേട്ടൻ പോലും മര്യാദക്കൊന്നും സംസാരിക്കില്ല. നീ എൻ്റെ അടുത്ത് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ബോറായി തോന്നും. പിന്നെ ചില സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊട്ട ബുദ്ധികളും അതും ഇതൊക്കെ കേട്ടിരിക്കുമ്പം നിനക്ക് തന്നെ ദേഷ്യം വരും എന്ന് പറയുന്ന സമയത്ത് അവൻ തന്നെ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഈ ഒരു രാത്രിയല്ലേ ഉള്ളൂ, ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നായിരുന്നു അവൻ്റെ മറുപടി. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, നമുക്ക് എവിടെ ഇരിക്കണം എന്ന് ഞാൻ ചോദിച്ചു. ഒന്നുകിൽ സോഫയിലാണെന്നുണ്ടെങ്കിൽ അനുപേട്ടൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് മുറിയിലേക്ക് ഇരിക്കാം. ശേഷം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാൻ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അവനും കൂടെ മുറിയിലേക്കിരുന്നു. അവൻ്റെ കാര്യങ്ങളും എല്ലാം അവനെൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. എനിക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു അതൊക്കെ കേട്ടിരിക്കാനൊക്കെ ആയിട്ട്. ഞാൻ അവൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളും എൻ്റെതും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് സംസാരിച്ച് തുടങ്ങി. അങ്ങനെ ബെഡിൽ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് ഞാൻ കാല് താഴേക്ക് വെച്ചിരുന്നിരുന്നു. കുറേ സമയമായപ്പോൾ എനിക്ക് കാലിന് നല്ല വേദന തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാലെടുത്ത് വെയിലിലേക്ക് വെച്ചതിന് ശേഷം ആ ഒരു ഭിത്തിയിലേക്ക് ചാരിയിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് കയറിയിരുന്നതിന് ശേഷം എന്നെയും നോക്കി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്താണെന്നുണ്ടെങ്കിൽ ചെറിയ മിന്നലും വെട്ടവും ഒക്കെ കാണുന്നുണ്ട്. എങ്കിലും ഞാൻ അവിടേക്കൊന്ന് നോക്കിയതിന് ശേഷം അവൻ്റെ ആ സംസാരത്തിൽ ലയിച്ചിരിക്കുകയാണ്. പുറത്താണെന്നുണ്ടെങ്കിൽ തുണി കഴുകിയിട്ടുണ്ടായിരുന്നു. അത് എടുത്തു വെച്ചത് പോലുമില്ല. അതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ അവൻ തമാശയും പിന്നെ ആ ഒരു പൊട്ടിച്ചിരികളും പരസ്പരമുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു.
ആ ടൈമിൽ ഞാൻ അവൻ്റെ സംസാരത്തിലും ആ ഒരു പെരുമാറ്റത്തിലൊക്കെ ലയിച്ചങ്ങനെ ഇരുന്നു പോയി. കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരാളെ കിട്ടുന്നതും ആ ഒരു സന്ദർഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ. ആ ഒരു ലൈഫും ആ ഒരു മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഈ ഒരു കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ രണ്ടാം ഭാഗം വേണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ ഇവിടെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോസ്, അതായത് ഈ സ്റ്റോറി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ.